ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകാൽ എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി വീണ സിസ്റ്റർക്കും, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് എനിക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ഒരു നിമിഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടുന്ന വചനത്തിനായി നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-26-27. Ephesians chapter 5 verse 26 and 27. അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പനേരം ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാനായി തുടങ്ങാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മോട് സംസാരിക്കേണ്ടുന്ന ഉദൂതുകളെ റിസീവ് ചെയ്യുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി സമർപ്പിക്കാം. താങ്ക് യു ജീസസ്. യേശുവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുപ്പ, ഡാഡി, വി ലവ് യു സോ മച്ച്. അങ്ങയുടെ വലിയ കരുതലുകൾക്കായി, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ വീണ്ടും സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ ലൈഫിൽ ചെയ്തിരിക്കുന്ന എല്ലാ മഹത്തരമായ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായി, ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഭൗതികമായും ശാരീരികമായും ആത്മീകമായും ഞങ്ങളുടെ ലൈഫുകളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഡെവലപ്മെന്റിന്, എല്ലാ വർധനവിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിക്കുന്നു. എന്ന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി തീരട്ടെ. ദൈവത്തിന്റെ വചനത്തെ കർത്താവേ ആത്മശക്തിയോടുകൂടെ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ തയ്യാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവേ വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണ കർത്താവേ. ഓരോ വ്യക്തികളോടും അവിടുന്ന് സംസാരിക്കണമേ. അവിടുത്തെ ആലോചനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു തരുന്ന ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ദുഷ്ടശക്തികൾ തകർന്നു മാറട്ടെ. ഇന്ന് രാത്രിയില്, പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രഭാതത്തില് അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ വിഷയങ്ങളില് അത്ഭുതങ്ങൾ നടക്കണമോ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതത്തിന്റെ പകലായി മാറട്ടെ. ഇത് ദൈവപ്രവൃത്തിയുടെ പകലായി മാറട്ടെ. ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുന്ന പകലായി മാറട്ടെ. സതാന്യ ശക്തികൾ തകർന്നു മാറുന്ന പകലായി മാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകുന്ന പകലായി മാറട്ടെ. ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെയും വിഷയത്തിന്റെ മേൽ അത്ഭുതം സംഭവിക്കുന്ന പകലായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തിയിലേക്ക് ഞങ്ങളെ വേൾപ്പിച്ചു തരികയാണ് കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ട് കർത്താവേ.
ആമേൻ. ഹിഡനായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കണമേ. ഓ റബ കഥലമ ശംദരബ. സാത്താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഓടാമാന സന്തന മാറ്റി നിർത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ റീബാബ സന്തന ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ ആമേൻ. ഇതുവരെ കാണാത്ത ദൈവിക പ്രവൃത്തികൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെസ് കർത്താവേ, അവിടുന്ന് വലിയത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണം. ഓരോ വ്യക്തികളെ അവിടുന്ന് സ്പർശിക്കണം. ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, പ്രതികൂലങ്ങളെ യേശുവിന്റെ നാമത്തിൽ നീങ്ങുവാൻ കൽപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആട്ടാച്ചാക്കാത്തല മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ഓരോ കുടുംബങ്ങളുടെ വ്യക്തമായ ദൂതുകൾ, വെളിപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ യേശുവെ ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വലിയ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിത്ത കർത്താവ്, ഞങ്ങൾ അങ്ങയോട് തന്നെ പൂർണ്ണമായി സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തുടർന്നുള്ള നിമിഷങ്ങളിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തുക തന്നെ ചെയ്യണം. അങ്ങയുടെ വലിയ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഓരോ വ്യക്തികളും ആത്മാവിൽ ബലപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണമേ കർത്താവെ. സകല മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് പ്രഭാതത്തിൽ കർത്താവിനോട് സംസാരിക്കുമെന്നും. ആമേൻ. നിങ്ങളെല്ലാവരും ഉണർന്നും ഉത്സാഹമുള്ളവരുമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 7ാം ദിനത്തിലേക്ക് നമ്മൾ വന്നിരിക്കും. ഇന്ന് അവസാനിക്കുകയാണോ മീറ്റിംഗ്? ആമേൻ. യാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സാധാരണ ഉള്ള മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന വ്യക്തികൾക്കറിയാം, അവസാന ദിവസം എന്ന് പറയുന്നത് ആമേൻ വേദപുസ്തക പ്രകാരം നോക്കിയാൽ 7ാം ദിവസം അതിന് വളരെ പ്രാധാന്യം നൽകി ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചില സംഖ്യകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിലെ സംഖ്യകൾക്ക്, നമ്പറുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. അത് നമ്മൾ വചനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ നമ്പറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കയറി വരുന്ന നമ്മുടെ ദൈവം 6 ദിവസം കൊണ്ട് സകല സൃഷ്ടികളും സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു. എന്തൊക്കെ സൃഷ്ടിക്കണമോ അതെല്ലാം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതിന് അനന്തരമായി 7ാം ദിവസം എങ്ങോട്ട് ദൈവം ഒരു റെസ്റ്റിലേക്ക് പ്രവേശിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെ ദൈവം ആമേൻ ഈ 7ാം ദിവസം നമ്മുടെ ലൈഫിൽ സ്വസ്ഥതയിലേക്ക് കയറ്റുന്ന ഒരു പകലായിരിക്കും. നിങ്ങൾ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്വസ്ഥതയിലേക്കുള്ള ആമേൻ നമ്മുടെ ലൈഫിലെ ആമേൻ ഒരു സ്വസ്ഥത, 7ാം ദിവസം സ്വസ്ഥത, റെസ്റ്റിലേക്ക് കയറുന്ന സമയമാണ്. ആമേൻ ആമേൻ. എത്ര പേര് അത് ആഗ്രഹിക്കുന്നു? എനിക്കൊരു റെസ്റ്റ് വേണം, എനിക്കൊരു സ്വസ്ഥത വേണം. ഈ റെസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് തരാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്തത് എന്താണെന്നറിയാമോ? വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ അറിയാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു. വായിച്ച്. മാത്യു ചാപ്റ്റർ 11 verse 28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവിടെ യേശു നിന്നുകൊണ്ട്
എല്ലാ വ്യക്തികളെയും, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരം ചുമക്കുന്നവർ, അധ്വാനിക്കുന്ന അവരാണല്ലോ സമൂഹത്തിൽ ഞെരുക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടവർ, അല്ലെ? ഒരു ആശ്വാസം ഇല്ലാതെ, സ്വസ്ഥത ഇല്ലാതെ നെടുവീർപ്പുകൾ ഇടുന്ന വ്യക്തികളെ കർത്താവായ യേശുക്രിസ്തു നിന്നുകൊണ്ട് പറയാണ്, എന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം. അവിടെ ആശ്വാസം തരാം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വേർഡ് റെസ്റ്റ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, നിങ്ങൾ എന്റെ അടുക്കൽ വരിക. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഈ 7 ദിവസം ദൈവസന്നിധിയിൽ യേശുവിനോട് ചേർന്നാണ് നമ്മൾ ഇരിക്കുന്നത്. ആമേൻ. നമ്മളൊരു മീറ്റിങ്ങിനോട് ചേർന്നിരിക്കുകയല്ല. എപ്പോഴും തിരിച്ചറിയണം, ഈ മീറ്റിങ്ങിനോട് ചേർന്നിരിക്കുകയല്ല, നമ്മൾ മീറ്റിങ്ങിനകത്ത് യേശുവിനോട് ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലില് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, യേശുവിനോട് ഇതിനകത്ത് ആരൊക്കെ പറ്റിച്ചേർന്നിരിക്കുന്നുവോ അവര് സ്വസ്ഥതയിലേക്ക് കയറുകയാണ്. സ്തോത്രം. യേശുവിനെ ശ്രദ്ധിക്കാൻ പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് പറയുന്നു. നമുക്ക് ശ്രദ്ധിക്കാൻ ഈ ലോകത്തിൽ പിശാച് പല കാര്യങ്ങളെയും ഒരു ഡിസ്ട്രാക്ഷൻ എന്ന പോലെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുകളെ. അവൻ നമ്മളെ തിരിക്കുന്ന, നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന പല വിഷയങ്ങളും ഈ ലോകത്തിൽ പിശാച് തയ്യാറാക്കും. കാരണം ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനാണെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാത്താൻ പ്രഭുവായിരിക്കുന്ന ലോകത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമുക്ക് ഉപവാസം ആവശ്യമായി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് യേശുവിന്റെ അരിയിലേക്ക് കൂടുതൽ അടുക്കേണ്ടി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ലോകത്തിൽ ഒരു പ്രശ്നവുമില്ല, ഒരു സാത്താനുമില്ല, ഒരു പോരാട്ടവും ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് ഒന്നും, ഒരു ഉപവാസത്തിന്റെയും ആവശ്യമില്ലായിരുന്നു, അല്ലെ? ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തോട് കൂടെ ചേർന്നിരിക്കേണ്ടതിന്റെയും ആവശ്യകത എന്ന് പറയുന്നത്, ഈ ലോകം പിശാചിന്റെ അധീനതയിലാണ്. ലോകത്തെ പിശാച് ദൈവമക്കൾക്ക് വിരോധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ മൂർധന്യ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ആണോ അല്ലയോ? ഇന്ന് നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ ആമേൻ, ഭയങ്കരമായി ദൈവസഭകൾക്കും ദൈവത്തിന്റെ ദാസന്മാർക്കും എതിർപ്പുകളും, അല്ലേ? നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ മഹാരാഷ്ട്രയിൽ മുംബൈയിലാണ്, ഈ ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും ആമേൻ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഈ കഴിഞ്ഞ വർഷത്തിലും ഡിസംബർ മാസം, എല്ലാ മാസവും ഞാൻ കൺവെൻഷൻ ക്രമീകരിക്കാൻ, എല്ലാ വർഷവും അവസാനം ക്രിസ്മസിന്റെ സീസൺ ആവുമ്പോൾ ഓപ്പൺ ഗോസ്പൽ മീറ്റിംഗ് വെക്കാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ക്രമീകരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ആ സ്ഥലത്തിന്റെ പെർമിഷനുകളെല്ലാം എടുത്ത് അവസാനം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെനിക്ക് പെർമിഷൻ തന്നില്ല. ആദ്യമായിട്ടാണ്. 2006 മുതൽ ഇവിടെ കൺവെൻഷൻ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വർഷം ഓപ്പൺ ഗ്രൗണ്ടിൽ മീറ്റിംഗ് തന്നില്ല. അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് അവരെടുത്തത് എലക്ഷൻ ആണെന്നാണ്. പക്ഷേ മറ്റ് പല മീറ്റിങ്ങുകൾക്കും പെർമിഷനുകൾ കൊടുത്തിട്ട് നമ്മുടെ പെർമിഷൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം, പിന്നത്തേതിൽ ആ സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഷെയർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങളുടെ പേര് ദേശത്ത് ചീത്തയാക്കാൻ ചില ആൾക്കാര് ഇതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അത് നിങ്ങളോട് വ്യക്തിപരമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. കാരണം ആമേൻ, ഞാൻ അവിടെ പെർമിഷന് ചെല്ലുന്നതിന് മുമ്പേ അവിടെ 10-40 പേര് ബജരംഗദൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകാരും അവരെല്ലാം കൂടെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ആമേൻ പോയിരുന്നു. ഈ പെർമിഷൻ കൊടുക്കാൻ പാടില്ല, ഞങ്ങൾ അതിനെ അലങ്കോലപ്പെടുത്തും, ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും, ഞങ്ങൾ അവരെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആമേൻ. നോക്കുക, പകരം ലോകത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ, ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാച് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഇരുട്ട് കൂടുമ്പോൾ വെളിച്ചത്തിന്റെ ശക്തി വർദ്ധിക്കും. സ്തോത്രം. അത് തിരിച്ചറിയാൻ ദൈവമക്കളോട് ഇന്ന് പകലിൽ ആത്മാവ് ദൂത് പറയുന്നു. നമ്മൾ വെളിച്ചമാക്കിയ ദൈവം വച്ചിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നിങ്ങൾ ലോകത്തിൽ പ്രകാശിക്കണം, അല്ല നിങ്ങൾ വിളക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചമാകുന്നു എന്നാ പറഞ്ഞത്. ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എവിടെയൊക്കെയോ അന്ധകാര ശക്തികൾക്ക് ഇരിക്കപ്പൊറുതിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആമേൻ നമ്മൾ ഇന്നും ദേശങ്ങളിൽ രാജ്യത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി ചില വ്യക്തികളോട് പറയുന്നു, നിങ്ങൾ ദേശത്തിന്റെ ശക്തികളാൽ ഒതുങ്ങപ്പെടേണ്ടവരല്ല. ഇതെല്ലാം ശക്തിയോടെ എഴുന്നേൽക്കുമ്പോഴും ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും തീച്ചൂളയിൽ ഇടത്തക്ക നിലയിലുള്ള പ്രശ്നം തനിക്കെതിരെ ബാബേലിൽ കടന്നു വന്നപ്പോഴും താനൊരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ സേവിച്ചു വരുന്ന ഞങ്ങളുടെ ദൈവം ഈ തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാൻ ശക്തനാകുന്നു. ഈ ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നത് കൊണ്ട് വേദപുസ്തകം പറയുന്നു, അവരുടെ ഉറപ്പ്, അവർക്കകത്ത് നൽകിയിരുന്ന ആ തീരുമാനം ആ രാജാവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ആ രാജാവ് അവരെ 3 പേരെയും എടുത്ത് തീച്ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ തീച്ചൂളയ്ക്കകത്ത് പോകരുതെന്നുള്ള ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ. ചില കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചില്ല എന്ന് ഓർത്ത് പരിശുദ്ധാത്മാ പറയുന്ന, നീ ഭാരപ്പെടണ്ട. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ബുദ്ധിയെ കവിയുന്നതാണ്. സ്തോത്രം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ അറിവും എല്ലാം അസ്ഥാനത്താകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ചലിക്കുന്നത്. അതിന് കാരണം ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വെളിപ്പെടേണ്ട മഹത്വത്തെ മറ്റാർക്കും ദൈവം വിട്ടുകൊടുക്കാത്ത നിലയിൽ ദൈവം തന്റെ പ്രവൃത്തി തികച്ചിരിക്കും. ഉറപ്പുള്ളവർ മാത്രം കൈ ഉയർത്തി യേശുവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവം പ്രവർത്തിക്കും. ദൈവമക്കളെ, 3 പേരെ പിടിച്ച് ആ തീച്ചൂളയ്ക്കകത്ത് കൊണ്ടിട്ടു. വേദപുസ്തകം പറയുന്നു, തീച്ചൂളയ്ക്കകത്ത് കൊണ്ടിടാൻ പോയ ബലവാന്മാർ അവിടെ ആ തീയിൽ കത്തിച്ചാമ്പലായി. സ്തോത്രം പറ. അപ്പം നമ്മൾ ജാതികളെ പോലെ ചിന്തിക്കേണ്ടവരല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലാണ് നിങ്ങളോടൊപ്പം. ഈ ഉപവാസ പ്രാർത്ഥനയില് പരിശുദ്ധാത്മാവനോട് സംസാരിച്ച വിഷയം ഇതാണ്. ആമേൻ. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കേട്ടോ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയവുമായിട്ട് കണക്ട് ചെയ്താ ഞാൻ പറയുന്നത്. എന്റെ ഇന്നത്തെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധനോബർ ചില നാളുകൾക്ക് മുമ്പ് ഇടപെട്ട ഒരു വചനമാണ്. ഗ്ലോറിയസ് ചർച്ച്. ഗ്ലോറിയസ് ചർച്ച് നിങ്ങൾ വായിച്ച വേദഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത് ടു പ്രസന്റ് as a glorious church. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ ഗ്ലോറിയസ് ചർച്ച് ഈ വർഷം നമ്മളെ ആരാക്കി നടത്താൻ ആഗ്രഹിക്കുന്നു? ഗ്ലോറിയസ് ആയിട്ട്, തേജസ്സുള്ളവനാക്കി നടത്താൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ആഗ്രഹം എന്താ? ദൈവത്തിന്റെ ആഗ്രഹം എന്താ? നമ്മുടെ തേജസ് ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള. ഹല്ലേലൂയ. അപ്പം പ്രശ്നങ്ങൾ കൂടുമ്പോൾ തേജസ് കൂടുന്നു എന്ന് തിരിച്ചറിയുക. ഒന്ന് കരമുയർത്തി പറയാമോ? എന്റെ തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എന്റെ ഗ്ലോറി കൂടുകയാ. ഞാൻ അങ്ങളോട് പറയുന്നതിന് മുമ്പായി, ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഈ കാര്യത്തെ ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത്
നടന്നില്ല എന്ന് വിചാരിച്ചു. അത് നടക്കത്തില്ല എന്ന് പറയാൻ പിശാച് ആഗ്രഹിക്കുന്നുണ്ട്. അത് വിട്ടേരെ, ഇനി ആ വിഷയത്തിൽ നീ തൊടണ്ട എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ല, ഈ തീച്ചൂളയ്ക്ക് അകത്തും വെളിപ്പെടുന്ന ഒരു ദൈവ പ്രവൃത്തിയാണ് ചില കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ കാണുന്നത്. തീച്ചൂളയ്ക്കകത്ത് പോകുന്നതിന് മുമ്പേ പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രാർത്ഥന. പക്ഷെ തീച്ചൂളയ്ക്കകത്തെടുത്ത് ഇട്ടു. സ്തോത്രം. എന്റെ ദൈവമേ, ഞാൻ ഇത്ര കാലം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്റെ വിഷയത്തിൽ ഒരു മറുപടി ഇല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരോടാ ഞാൻ പറയുന്നേ, തീച്ചൂളയിൽ കൂടെ പോകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വരണമെന്ന് ദൈവപുത്രൻ തയ്യാറായി നിൽക്കുകയാണ്. ദൈവത്തിന്റെ അസൈൻമെന്റിൽ നാം ആ വിഷയത്തിലൂടെ കടന്നു ചെല്ലണമെന്നും അവിടെ ഇറങ്ങി വരണമെന്നുമുള്ളതാണ് ദൈവത്തിന്റെ പ്ലാൻ. അപ്പൊ തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്ന ദൈവം, എന്നാ അടുത്ത് വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നു. അവനെ ആരാണോ എടുത്ത് തീക്കകത്തിടാൻ പറഞ്ഞത്, ആ വ്യക്തിയുടെ കണ്ണിൽ ആ ദൈവപുത്രനെ കാണിച്ചു കൊടുത്തു. ഒന്നുറക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലരെയൊക്കെ അവൻ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില വ്യക്തികളെ, അവൻ നിന്നെ തകർത്ത് തരിപ്പണമാക്കാൻ നിൽക്കുന്ന അസൂയ ശക്തികളെ ദൈവം ചിലത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അവരുടെ കണ്ണിന്റെ മുമ്പിൽ നീ സേവിക്കുന്ന ദൈവം വെളിപ്പെടണമെങ്കിൽ നീ തീയിൽ കൂടെ പോയേ പറ്റത്തുള്ളൂ. സ്വത്രം 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 സ്വത്രം. നീ ചോദിച്ചില്ല, എനിക്ക് എന്താ ഇത്രമാത്രം പ്രശ്നം, ഞാൻ എന്ത് ചെയ്തിട്ടാ, ഞാൻ ആർക്കെതിരെയാ ഞാൻ സംസാരിച്ച്, എന്താ എന്റെ തെറ്റ് കുറവ് എന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിങ്ങളുടെ കുറവും തെറ്റും ഉള്ളത് കൊണ്ടല്ല, ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനെന്ന് ആത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ആമേൻ. ഒന്നുറക്കെ പറഞ്ഞാട്ടെ. എന്നിൽ കൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ എനിക്ക് തീച്ചൂളയിൽ കൂടെ പോകേണ്ടി വരും. തീച്ചൂള പോലുള്ള പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുന്ന, ഈ തീച്ചൂള നിന്നെ നശിപ്പിക്കാനല്ല, ഈ തീച്ചൂള ദൈവ മഹത്വം വെളിപ്പെടുത്തുവാനാണ്. കമോൺ, ഹല്ലേലൂയ. ഊഡാമാന ശബ്ദമാന ഹലാബ സക്കറ്റ റമാസിയ ലമറിയം ശന്തരവ. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്തുനിന്ന് നിനക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, അവിടെ നീ ഒറ്റയ്ക്കല്ല, യേശു ക്രിസ്തു ദൈവപുത്രനായി നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നീ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വെളിപ്പെടും. ആമേൻ, ആമേൻ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തികൾ ചില കുടുംബങ്ങൾ നടക്കട്ടെ. ഇപ്പോ തന്നെ ഈ വിടുതൽ ചിലര് പ്രാപിച്ചെടുക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കകത്ത് നിങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് ഇറങ്ങുന്നു എന്ന പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ശബ്ദമാന ഘടക ശമനപരബലവ. നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെടത്തക്ക നിലവാരത്തില് നിങ്ങളെ അവിടെ നിന്ന് പുകച്ച് പുറത്താക്കത്തക്ക നിലയിൽ നിങ്ങൾക്കെതിരെ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിപ്പാനായി യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ്. വിശ്വാസമുള്ളവർ കരമുയർത്തി യേശുവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ തീച്ചുളയിൽ നീ ഒറ്റയ്ക്കല്ല. ആ തീച്ചുളയ്ക്കകത്തൂടെ ദൈവ പ്രവൃത്തി തന്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവനാമം ആ ദേശത്തുയർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് ഒരു തീച്ചുളയും വേണ്ട, എനിക്കൊരു കഷ്ടതയും വേണ്ട, എനിക്ക് ഒരു പ്രതിസന്ധിയും വരാൻ പാടില്ല. എന്നാൽ ഓർത്തോ, ആമേൻ, കഷ്ടത വരും, പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും. പക്ഷേ നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ അതിലൂടെ പുറത്തു വരും. ഒന്നുറക്കെ പറഞ്ഞ, ഞാൻ അതിലൂടെ പുറത്തു വരും. പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തു ആമേൻ
ഈ ബോട്ടിനകത്തിരുന്ന് വള്ളത്തിനകത്തിരുന്ന് യേശു ക്രിസ്തു ഉറങ്ങി എന്ന് വായിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ ഉറങ്ങുവാൻ, സ്വസ്ഥത അനുഭവിക്കാൻ, അതാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ഒരു പ്രതികൂലവുമില്ലാത്ത, ഒരു കാറ്റോ കോളോ ഒന്നുമില്ലാത്ത ഒരു ലോകം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെയൊക്കെ നടുവില് നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിപ്പാൻ, സ്വസ്ഥതയോടെ നിൽപ്പാൻ ദൈവം പുത്രനായി ഇറങ്ങി വന്നിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും കരമടിച്ചു. ഡാമാന ശബ്ദഭാരവ ഊഡാമാന ഭൗഷകാല ഘടകം ശമനബലബുധിമിരികതന ഘടകം അന്തമാന ഘടകം സ്യാലഭാര ഘടകം സ്യാലഭാരവ. ഞാൻ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ വിടുതലുകൾ ആവശ്യമുണ്ട്, നിങ്ങൾ നന്നായി കരമടിച്ചു. നിങ്ങൾ കരമടിച്ച് യേശുവിനെ ആരാധിക്കുമ്പോൾ തന്നെ ഈ പ്രവർത്തികൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ്. ആമേൻ. വർഷങ്ങളായിട്ട് നിലച്ചിരിക്കുന്ന ചില വിഷയങ്ങളില് കർത്താവ് ഇടപെടുന്നു എന്ന് ആത്മാവ് ദൂത് പറയുന്നു. ശംധാമാന, നിനക്കൊരനക്കമോ ഒന്നും കാണാൻ പറ്റുന്നില്ല. വർഷങ്ങളായിട്ട് ചില വിഷയങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നത് പോലെ, കർത്താവ് ഇടപെടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ഇടപെടുന്നു. സ്വസ്ഥത നൽകുന്ന, പ്രതിസന്ധികളുടെ നടുവില് സ്വസ്ഥതയോടുകൂടെ റെസ്റ്റ് വെളിപ്പെടുത്തിക്കൊണ്ട് ഗോഡ് ഓഫ് റെസ്റ്റ്, ഹല്ലേലൂയ, സ്വസ്ഥതയുടെ ദൈവം നിന്റെ ലൈഫിൽ പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നീ അത് ചെയ്തിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഒന്നാമതായിട്ട് 7 എന്ന സംഖ്യയിൽ കൂടെ നമുക്ക് കിട്ടുന്നത് 7 ഒരു ദൈവിക സമാധാനം അഥവാ ദൈവികമായ സ്വസ്ഥത കൊണ്ടുവരുന്ന ഒരു പൂർണ്ണതയുടെ നമ്പറാണ്. സ്തോത്രം പറയാം. അപ്പൊ ഇന്ന് 7-ാം ദിവസം ആയതുകൊണ്ട് ഞാൻ പറയുക, ആമേൻ, നിങ്ങൾ സ്വസ്ഥതയിലേക്ക് കയറിയിരിക്കുകയാണ്. എത്ര പേർ സ്വസ്ഥതയിൽ? ആമേൻ. ആ ഒരു ഉത്സാഹം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ചിലരൊക്കെ ശരിക്കും ഉപവാസമാണോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആമേൻ, പലരും ഉപവാസത്തിലാണ്. ഗ്ലോറി, സ്തുതിക്കുന്നു. അപ്പം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആദ്യം സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, റെസ്റ്റ്. ദൈവം 6 ദിവസം വേല ചെയ്തു, അഥവാ ക്രിയേഷൻ നടത്തി. ആമേൻ. 7-ാം ദിവസം സ്വസ്ഥത. ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവമക്കൾ സ്വസ്ഥത എന്ന്. യേശു നിന്നുകൊണ്ട് പറയുന്നു, എന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്നത് കർത്താവിനോട് കൂടെയാണ്. ഈ ദിവസങ്ങളില് ഞാൻ സഭയോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നാം സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ നാം കർത്താവിനോട് എന്ത് ചെയ്യണം? പറ്റിയിരിക്കണം. കർത്താവിനോട് പറ്റിയിരിക്കുന്നത്, വേറെ വല്ലതിനോട് പറ്റിയിരുന്നിട്ട് അവസാനം നാം പറയും, അയ്യോ, എനിക്ക് കാര്യമൊന്നും നടന്നില്ലല്ലോ, പ്രശ്നമാണല്ലോ, ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലായിരുന്നു, എങ്കിലും കാര്യം. പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ നിന്നും നമ്മൾ ഉപവാസിക്കാറില്ല. ഹലോ, ഉപവാസം എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ സംസാരിക്കുക, അല്ലെങ്കിൽ കർത്താവിനോട് പറ്റിയിരിക്കുക. വെറും ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, കർത്താവിന്റെ കൂടെ ഇരിക്കുക, കർത്താവിനോട് പറ്റിയിരിക്കുക. നമ്മളെ ഡെയിലി സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്, അതെല്ലാം വിട്ട്, മൊബൈലുകളെല്ലാം എടുത്തു വെച്ച് മാറ്റി, അതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണക്ഷനുകളെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയില് യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിനോട് പറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത്. ഡിസ്ട്രാക്ഷൻസുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സൈഡിലേക്ക് മാറ്റണം. എത്ര പേര് അങ്ങനെ ഉപവസിക്കുന്നുണ്ട്? നമുക്ക് വീടുകളിലൊക്കെ അത് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും പരിശുദ്ധാത്മ പറയുന്നു, നമ്മുടെ ഉപവാസത്തിൽ പലതിനോടും നമ്മൾ വെറും ആഹാരം മാത്രം മാറ്റിവെച്ചുള്ള ഉപവാസമാകരുത്. നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പലതും നമ്മൾ ഇതിൽ നിന്ന് മാറ്റാൻ തയ്യാറായാൽ ഈ ശൗല് കഴുതയെ തേടിയാണ് നടക്കുന്നത് ഇപ്പോൾ. എന്നാൽ ശൗല്
കഴുതയെ തേടി 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 കഴുതയുടെ പുറകെ പോയിട്ട് കഴുതയെ കിട്ടിയില്ല. ഇന്ന് ചിലരോട് ദൂത് പറയുന്നു, നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ടെൻഷനുകൾ, നിങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങള് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കത്തില്ല. അയ്യോ പാസ്റ്റർ, ഞാൻ വിചാരിച്ചതുപോലെ നടക്കുമെന്നാണ് ഞാൻ ഈ ഉപവാസത്തിൽ വിചാരിച്ചത്. അല്ല, നാം അതിന്റെ പുറകിൽ മനസ്സ് വെച്ച് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് യു പിയിൽ നിന്നും ഒരു ഡോക്ടർ, ഒരു ആയുർവേദ ഡോക്ടർ, ഒരു ഹോമിയോപ്പതി ഡോക്ടർ, അദ്ദേഹം ഞാന് മോർണിംഗ് പ്രേയറിൽ 6 മണിക്ക് മോർണിംഗ് പ്രേയർ ഉണ്ട്, അതിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരു മനുഷ്യൻ വഴി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വചനം, ആ വചനം രാത്രിയിലെ ഭയം എന്ന വിഷയമായിരുന്നു. അപ്പം ആ വിഷയം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിലെ ഭയവും അതോടൊപ്പം തന്നെ കെണി എന്ന വിഷയവും ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ടിക്കറ്റ് എടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൊണ്ട് വചനം കേൾക്കുക. അപ്പൊ അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഈ സഹോദരനാണ് ഈ ഡോക്ടർ എന്ന് പറയുന്നത്. പുള്ളി നിരങ്കാരി എന്ന് പറയുന്ന ഗുരുവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഈ വചനം കേൾക്കാനിടയായി. ഈ വചനം കേട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ തന്റെ സഹോദരനോട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ചില ദൂതുകളും വചനങ്ങളും അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് എന്നോട് മാത്രമാണ് എന്ന് സംസാരിച്ചത്. അപ്പൊ സ്വന്തം സഹോദരന് പോലും അറിയാത്ത ചില കുരുക്കിന്റെ വിഷയം ആ മനുഷ്യനോട് ദൈവം ഇടപെട്ടപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, അതെന്നോടാണ് സംസാരിച്ചത്. ഞാനത് അപ്പം അന്ന് തന്റെ ലൈഫിൽ ഒരു തിരിവ് സംഭവിച്ചു. അന്ന് അദ്ദേഹം യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തു. ഇപ്പോഴും നമ്മുടെ 6 മണി മുതലുള്ള 7 മണി വരെയുള്ള 1 മണിക്കൂർ മോർണിംഗ് പ്രേയർ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് പുള്ളി ആദ്യം വന്നിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു കുരുക്ക് സംഭവിച്ചു. ചീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ഒരു മനുഷ്യൻ തട്ടിയെടുത്തു. അപ്പം ഇത്രയും വർഷമായിട്ട് അദ്ദേഹം അധ്വാനിച്ച് പലതും ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അതുവരെയും വിശ്വസിച്ചിരുന്ന ഗുരു എന്ന് പറഞ്ഞ ആ നിരങ്കാരിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം ഇദ്ദേഹം യേശുവിനെ റിസീവ് ചെയ്യുവാനായിട്ട് അതൊരു കാരണമായി. നമ്മുടെയൊക്കെ ലൈഫിൽ ചില കുരുക്കുകളൊക്കെ വരുന്നത്, ചില വിഷയങ്ങൾ വരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ സത്യത്തിലേക്ക് തിരിയാൻ വേണ്ടിയാ, ഫോക്കസ് മാറ്റാൻ വേണ്ടിയാ. നമ്മളെ വിഷയങ്ങളിട്ട് ആ വിഷയത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് പിശാചിന്റെ തന്ത്രമാണ്. പക്ഷെ കർത്താവിന്റെ തന്ത്രം, യേശുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളില് സഭയോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫോക്കസ് യേശുവിലേക്ക് തിരിക്കുകയാണെങ്കിൽ പല സംഭവങ്ങളും പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ യേശുവിനെയാണ് നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിക്കുക എന്നാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതിനകത്ത് ഇരിക്കുന്നവർ വിശ്വാസികളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ അകത്തൊരു വലിയ കർത്താവ് ഇരിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മളിൽ യേശു ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ പലരുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? യേശുവിനെ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ, ക്രിസ്തുവിനെ അറിയത്തില്ല. ഇതെന്തോ പാസ്റ്റർ പറയുന്നേ? യേശുവിനെ അറിയാം. യേശു യേശു യേശു, എല്ലാവരും പറയാം യേശു യേശു യേശു. എന്നാൽ ക്രിസ്തുവിനെ അറിയത്തില്ല. യേശുവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ആമേൻ. യേശു മനുഷ്യനായിട്ട് വന്നു, ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്, ഡിവൈൻ നേച്ചർ. സ്തോത്രം പറയാമോ? കരമുയർത്തി യേശുവിനെ നന്ദി പറയാമോ? ഡിവൈൻ നേച്ചറാണ് അവിടെ കാണിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഒരു
ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ, 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവിടെ ഇങ്ങനെ യേശുവിലായാൽ എന്നല്ല, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പം നമ്മൾ പല വിശ്വാസികളും ഇന്ന് പല പെന്തക്കോസ്തുകാരിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് പല ഈവൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരിൽ കൂടെ ഉണ്ടാകുന്ന ചില സാക്ഷ്യമില്ലാത്ത അവസ്ഥ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയുക, എല്ലാം വഴക്കെടുക, തമ്മിലടിക്കുക, അസൂയപ്പെടുക. ഇന്നും ഇല്ലേ പല സഭകളിലും പല കുടുംബങ്ങളിലും ഇന്നും പ്രശ്നങ്ങളല്ലേ? ഇതെന്തുകൊണ്ട് സംഭവം? രക്ഷിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടമല്ലേ സഭ? പക്ഷെ എന്തുകൊണ്ട് അതിനകത്ത് അടി നടക്കുന്നു? എന്തുകൊണ്ട് അവിടെ ജനം ഭിന്നിക്കുന്നു, തമ്മിൽ വഴക്കിടുന്നു? എന്തുകൊണ്ട് വിശ്വാസികളുടെ വീടുകളിൽ, എന്തിന് സഭയിൽ പോകുന്നു? വീടുകൾക്കകത്ത് തമ്മിൽ ചേർച്ചയില്ലാത്ത അവസ്ഥയല്ലേ? ആമേൻ. നമ്മുടെ വാക്കുകൾ ശരിക്കും പവിത്രമാണോ? നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം, പലയിടങ്ങളിലും നമ്മുടെ ലൈഫിലെ ആ ഡിവൈൻ നേച്ചർ ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് പകലിൽ ഗ്ലോറിയസ് ചർച്ചിലേക്ക് യേശു നമ്മളെ നടത്തുമ്പോൾ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി എന്തായിരിക്കണം? നിഷ്കളങ്കവും നിർദോഷവുമുള്ള ലെവലിലേക്ക്, കളങ്കമില്ലാത്ത, ഹല്ലേലൂയ, ശുദ്ധീകരിക്കപ്പെട്ട, ഒരല്പം പോലും അശുദ്ധി ഇല്ലാത്ത ഒരു തലത്തിലേക്ക് സഭയാകാനാണ് ഇന്നും കർത്താവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നെന്ന് അറിയത്തില്ല. അവൻ എപ്പോഴും വന്നിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് ഒക്കത്തില്ല, നടക്കത്തില്ല. നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു? അതിന്റെ കാരണം നമ്മൾ യേശുവിനെ അറിയുന്നുണ്ട്. എന്തിനു വേണ്ടി യേശുവിനെ അറിഞ്ഞതുപോലും കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ആദായ സൂത്രം എന്നുള്ള പദ്ധതി മാത്രമേ ഉള്ളൂ. ഭക്തിയെ ആദായ സൂത്രമാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന 7-ാം ദിവസം കർത്താവിന്റെ ആത്മാവ് ദൂത് പറയുന്നു. അതൊക്കെ പറയുന്നേ ആദായ സൂത്രമാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ 7 ദിവസം ഉപവാസത്തിൽ കയറിയാൽ എന്റെ കാര്യം നടന്നു കിട്ടും എന്നുള്ള ഒരു പദ്ധതി അല്ല ഭക്തി. അതല്ല ഭക്തി. ആദായ സൂത്രമാക്കുന്ന ഭക്തിയെ ഇന്ന് പൽക്കാലം കളഞ്ഞിട്ട് അവൻ ശരിക്കും ക്രിസ്തുവിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്വഭാവം മാറ്റുന്ന ആ കണക്ഷനാണ് യേശുവുമായിട്ട്, യേശു ക്രിസ്തുവിലാകുമ്പോൾ സംഭവിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ എത്ര പേർ ആഗ്രഹിക്കുന്ന ഒരു പുതിയ മനുഷ്യനാകാൻ, ഒരു പുതിയ സൃഷ്ടിയാകാൻ? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ശൗലിന്റെ കാര്യം പറഞ്ഞു വന്നല്ലോ. ശൗല് ഈ കഴുതയുടെ പുറകെ ശ്രദ്ധ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരനെ അറിയത്തൊന്നുമില്ല. പുള്ളിയുടെ മനസ്സിൽ ഒരു ചിന്തയുമില്ല ഞാനൊരു രാജാവാകുമെന്നോ, ദൈവത്തിന് എന്നെ കുറിച്ച് ഇതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ കഴുതയുടെ പുറകെ ചുമ്മാതെ പോകേണ്ട ആളല്ല. അവൻ പലരും കണ്ടില്ലേ ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, പാസ്റ്ററെ ഇന്നയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഈ പുള്ളിക്കാരൻ നിമിത്തം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മുടെ മുമ്പിൽ വിഷയങ്ങൾ കൊണ്ടുവരാറില്ലേ? കഴുതയുടെ പുറകെ പോകുന്ന ശൗല. അവൻ പക്ഷെ ഈ ശൗല് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന്റെ വർക്കുകളിൽ, താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി, കഴുതയുടെ പുറകെ നടന്നിട്ടും എനിക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ആ കഴുതയെ കണ്ടുകിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ദാസൻ പറഞ്ഞു, നമുക്കിവിടെ ഒരു ദർശകനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അതാരാ? ശമൂവേലൻ. ഹല്ലേലൂയ പറഞ്ഞു. ഇനി ശമൂവേലിന്റെ അകത്ത് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന പുള്ളി വരുന്നുണ്ട്, ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് ഇവിടെ വരികയാ. ഇന്ന് പകലിൽ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെ ദൈവത്തിന് തന്റെ പദ്ധതിയെ നിവർത്തിക്കാനാണെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ
കരമായി അടിച്ചോ ഉയർത്തിയോ ദൈവത്തിന് നന്ദി പറയാം. ദൈവം ചില നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി തീർത്തുന്നു. നോക്കിക്കേ, നിന്റെ ലൈഫിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ആമേൻ ഹല്ലേലൂയ പോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഭാരപ്പെടണ്ട. ദൈവം അതിനകത്തൂടെ ചിലത് നിന്നിൽ നിവർത്തിച്ചെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഈ ഗത അഥവാ ഈ കഴുതയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആത്മീയ ചിന്ത കയറി വരികയാണ്. ആമേൻ. എന്തിനാണ്? കാരണം എനിക്ക് ദൈവത്തെ അന്വേഷിക്കണം, അല്ലെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ പോകണം. എന്തിനു വേണ്ടിയാണ്? എന്റെ നഷ്ടപ്പെട്ട ആ കഴുത എനിക്ക് തിരിച്ചു കിട്ടണം. അതെവിടെ പോയെന്ന് അറിയണം. സ്തുതിക്കുന്നു. ആമേൻ. എന്നാൽ നഷ്ടപ്പെട്ട കഴുതയെ ഓർത്തല്ല നീ ഭാരപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതിലേക്കല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവാക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ ഒരു അധികാരം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനുണ്ട്. ആമേൻ. കർത്താവ് നിന്നിൽ കൂടെ അധികാരത്താൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് വെറും ആമേൻ നാം എന്തൊക്കെയോ ചിലത് നേടിയെടുക്കുക എന്നുള്ളതല്ല. ദൈവം നമുക്ക് ചിലത് പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നിങ്ങൾ പലതും പിടികിട്ടുന്നുണ്ടോ? ദൈവം നമ്മിൽ പദ്ധതി ഇട്ടിരിക്കുന്നതാണ് നമ്മളിൽ വരേണ്ടത്. ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിനത്തിൽ നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, നീ ഇന്ന് കാണുന്ന ലെവലിൽ അല്ല അടുത്ത് നീ പോകാൻ പോകുന്നത്. വചനം പറയുന്നു, ഈ ശൗല് ദൈവകരങ്ങളിലേക്ക് ആമേ വിട്ടുകൊടുത്തതിന്റെ കാരണത്താൽ വചനം ഇങ്ങനെ പറയുന്നു, ശമൂവേലിനോട് ദൈവം പറഞ്ഞു വെച്ചിരുന്നു, നാളെ ഈ സമയത്ത് രണ്ടാമേ നിന്റെ അടുക്കൽ കയറി വരും. ശൗലിനോട് നീ ഇടപെടണം. അവനോടുള്ള എന്റെ ആലോചന നീ അവന് അറിയിച്ചു കൊടുക്കണം. ശമൂവേല് ദൈവത്താൽ ആലോചന പ്രാപിച്ച് ഇരിക്കുക. എപ്പോഴാ അദ്ദേഹം വരുന്നേ? അന്നേരമാ ആമേൻ കഴുതയെ തേടി തേടി നേരെ വന്ന് കയറിയത് ശമൂവേലിന്റെ അടുക്കലാ. ശമൂവേൽ അവനോട് പറയുന്നു, ആമേൻ നീ ഒരു ദിവസം നിൽക്കുക. ആമേൻ. അവിടെ അവസാന വാക്യത്തിൽ 9:1 ശമൂവേൽ 9 അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ശൗലിനോട് പറയുന്നു, നീ അല്പം നിൽക്ക, നിന്റെ ദാസനോട് മുമ്പോട്ട് പോകാൻ പറയാ, നീ നിൽക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാൻ ചിലതിനോട് പോകാൻ പറയണം. ചിലതിനെ നാം മാറ്റി നിർത്തണം. അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ലൈഫിലെ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അമ്മേ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ തടയുന്ന ആമേൻ നമ്മുടെ മനസ്സിനെ അവിടെ ഇവിടെ ഇട്ട് വലയ്ക്കുന്ന ചില വിഷയങ്ങളിൽ നിന്നും നമ്മളെ തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മുടെ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കഴുതയുടെ പുറകെ അല്ല ഇനി പോകേണ്ടത്, പിന്നെ കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ തിരികെയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്ന് കരമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ കഴുതയുടെ പുറകിലുള്ള എന്റെ മനസ്സിനെ ഞാൻ തിരിക്കുന്നു, കർത്താവിന്റെ പദ്ധതിയിലേക്ക് ഞാൻ തിരികെയാണ്. ഉപവാസത്തിന്റെ 7-ാം ദിനത്തിൽ സംഭവിക്കേണ്ടത് അതാണ്. ഞാൻ ഇത്രയും ദിവസം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന കാര്യം, എനിക്ക് കഴുത കിട്ടി എന്നുള്ളതല്ല, സന്തോഷമല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിന്നിലൂടെ വെളിപ്പെട്ടു എന്നുള്ളതായിരിക്കട്ടെ. എന്തായിരുന്നു പദ്ധതി? ഇസ്രായേലിന്റെ പ്രഭുവായിട്ട് ദൈവം അവനെ അഭിഷേകം ചെയ്യാൻ എണ്ണ ഒരുക്കി കാത്തിരിക്കുന്ന ശമൂവേൽ. സ്തോത്രം, സ്തോത്രം. അവനോട് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിക്കാമോ? 1 ശമൂവേൽ 9 അവസാന വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ശംധമാനഘടകസ്യ 1 ശമൂവേലിന്റെ പുസ്തകം 9 അവസാന വാക്യം വേഗത്തിൽ. അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നോ? അവനും അതിനെ ഗണ്യമാക്കിയില്ല. ഫസ്റ്റ് 1 ശമൂവേൽ 9 ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ബിസിയാകുകയാണ്.
ഇപ്പൊ നമ്മളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ബിസി ആക്കുക എന്നുള്ളതാണ് കേട്ടോ. ശ്രദ്ധിക്കേക്കുന്നുണ്ട്. ഇപ്പൊ ഉപവാസം എന്ന് പറയുന്നത് ഉപവാസത്തിന്റെ ഇടയ്ക്കും ചിലരാണെങ്കിൽ മൊബൈൽ എടുത്തുകൊണ്ട് നടക്കുന്നതാണ്, ഭയങ്കര ബിസിയാ. ഉപവാസം നടന്നുകൊണ്ടിരിക്കുക, അന്നേരവും ആമേൻ മറ്റ് പല ഇടപാടുകളില്ല. അപ്പൊ അത് ഉപവാസമല്ല. ഉപവാസം എന്ന് പറയുമ്പോൾ ശരിക്കും ശാന്തമായ ദൈവശബ്ദത്തിന് വേണ്ടി ചെവി ചായ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് പകലിൽ ചിലർക്കൊക്കെ അങ്ങനെ ഉള്ള ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവ് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവ ശബ്ദം കേൾക്കാനായി നിങ്ങളുടെ കാതുകളെ ദൈവം ഒരുക്കുകയാണ്. 7-ാം ദിവസത്തിൽ അത് തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ചില ദൈവ ശബ്ദം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്ത എന്തോ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കാത്തുവച്ചിരുന്നത് നിങ്ങളുടെ തലയുടെ മേൽ കയറി വരുന്നു. വിശ്വസിക്കുന്നവരുണ്ടോ? സർപ്രൈസ് ആയിട്ട് ചിലത് ആമേൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, സർപ്രൈസ് ആയിട്ട് എൻ്റെ മേൽ വന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് റിസീവ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ പുതപ്പ് വന്ന് വീഴുന്നത് പോലെ ചില ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേട്ട് ചലിക്കുന്ന ശിമ്യോനെ പോലെ ദൈവം ചിലതിനെ നിവർത്തീകരിക്കുന്നതായി ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലസ്സി എന്ന് പറയുന്ന ആ ഡിവൈസിൽ ഇരിക്കുന്ന മകളോട് പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, നിന്റെ ലൈഫിനെ കഴിഞ്ഞ നാളുകളിൽ ആമേൻ കുറച്ചു കളഞ്ഞ അങ്ങനെ തന്നെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ലൈഫിൽ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച ചില ദുഷ്ടന്റെ പദ്ധതികളെ ദൈവം പൊളിച്ച് ദൈവത്തിന്റെ മഹത്തായ ഒരു പദ്ധതിയിലേക്ക് ദൈവാത്മാവ് നിന്നെ നടത്തുന്നു എന്ന് ആത്മാവ് നിന്നോട് ദൂത് പറയാൻ പറയുന്നു. ഉടമാരകട ചില സർപ്രൈസുകൾ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇടുന്നതായി ആത്മാവ് എന്നെ കാണിക്കുന്നു. നിന്റെ മേൽ ഒരു പുതപ്പ് വന്നു വീഴുന്നത് പോലെ ആത്മാവ് നിന്റെ മേൽ അടുത്തൊരു സീസൺ തുറക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. ശബ്ദമാന ഘടകസിയ അന്തമാരഘടകം ശമനഘട നീ ഇതുവരെ നടക്കാത്ത സ്ഥലത്തിലേക്കും ഇടങ്ങളിലേക്കും നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് നിന്റെ മേലൊരു പുതപ്പ് ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ഇടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സർപ്രൈസുകൾ ഉടമാരകനഘടകന ആമേൻ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് പോലെ ശബ്ദമനവ ചില പ്രത്യേകമായ ഷിഫ്റ്റുകൾ നിന്റെ ലൈഫിലെ പരിശുദ്ധാത്മാവ് ഇടുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കുക. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. റൈറ്റ് നൗ ആമേൻ. ദൈവമൻ നിന്നോട് പറയുന്നത് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നീ വളരെ ഭാരപ്പെട്ട് അതുമായിട്ട് ചിന്താകുലതയാണ്. എന്നാൽ ആത്മാവ് പറയുന്നു, നീ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ നിന്നും നിന്റെ ചിന്തയെ മാറ്റി ക്രിസ്തുവെങ്കിലേക്ക് നീ തിരികുക. യേശു ക്രിസ്തുവിങ്കിലേക്ക് നീ തിരിയുമ്പോൾ ആമേൻ വചനം പറയുന്നത് നിന്റെ മൂടുപടം മാറ്റും. ശബ്ദമാനവ വചനം ഇങ്ങനെ പറയുന്നത്, നീ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറും. ഹല്ലേലൂയ. തേജസ് വെളിപ്പെടും. നിന്നിൽ ദൈവം വച്ചിരിക്കുന്ന തേജസ്സിനെ ലോകം കാണത്തക്ക നിലവാരത്തിൽ, ആമേൻ, മറ്റുള്ളവർ കാണത്തക്ക നിലവാരത്തിൽ, സമൂഹം തിരിച്ചറിയത്തക്ക നിലയിൽ, ഹല്ലേലൂയ, നിന്നെ നിന്ദിച്ചും പരിഹസിച്ചും ഒതുക്കിയും മാറ്റി നിർത്തിയും ആമേൻ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ചില ദുഷ്ട പദ്ധതികളെ പൊളിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തുമെന്ന് ആത്മാവിനോട് ദൂത് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി, ഒരു വലിയ മാൻഡിൽ ഈ മകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. റൈറ്റ് നൗ വിശ്വസിക്കുക അത് തന്നെ സംഭവിക്കുന്നു. ടച്ച് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആമേൻ. നീ ഇവിടെ നിന്നോണം, ഇതിനപ്പുറമായിട്ട് നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കുരുക്കിയ ചില വിഷയങ്ങളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുന്നു. ഇപ്പോൾ പൊട്ടിക്കുന്നു. റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ ആ കുരുക്കുകളെ
പൊട്ടിച്ച് ബ്രേക്ക് ചെയ്ത് പുറത്തെടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കലും ശൗല് ചിന്തിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോകുമെന്ന്. ചിന്തിക്കാത്ത ചിലതാ ചില കുടുംബങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്നേ. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നീ ചിന്തിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത ചിലത് നിനക്ക് വേണ്ടി ദൈവം കാത്തുവച്ചിരിക്കുകയാണ്. ഉഡാമാന ശബ്ദമാന ഘടക. നീ ചിന്തിക്കുന്നത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതാ, പക്ഷെ ദൈവം നീ ഇതുവരെ കാണാത്ത ചിലത് നിനക്ക് മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. ശൗലേ, ശൗലേ, നീ അല്പം നിൽക്കാ. ഇന്ന് ഇതിനകത്ത് നിൽക്കുന്നവരോടാണ് അടുത്ത ഇടപെടല്. നിന്ന ആ ശൗലിനോട് ശമൂവേൽ പറയുകയാണ്, എനിക്ക് നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചന അറിയിക്കണം. ശബ്ദൻ എന്തിനാ നിൽക്കാൻ പറയുന്നേ? ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ. ഇനി ശ്രദ്ധിച്ചേക്കണേ, ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ദൈവത്തിന്റെ അരുളപ്പാടിന്റെ അകത്ത് എന്തുണ്ട്? സ്തോത്രം. നിങ്ങളുടെ ലൈഫില് ചിലതിനെ മാറ്റി നിർത്തേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ലൈഫില് നാം അറിയാതെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലതിനെ, അത് നിമിത്തം ദൈവത്തിന് ഇടപെടാൻ സാധിക്കുന്നില്ല. അത് നിമിത്തം നമ്മുടെ ലൈഫില് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ആമേൻ. നാം എപ്പോഴാണോ അതിൽ നിന്ന് വിട പറയുന്നത്, അത് ഒരുപക്ഷെ ഒരു മനുഷ്യനായിരിക്കാം, അതല്ല ഒരു വ്യക്തിയായിരിക്കാം, ഒരു സ്ഥാനമായിരിക്കാം, ഒരു ഒരു ഏതെങ്കിലും നമ്മുടെ ആഗ്രഹമായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അതിനെ ദൂരേക്ക് മാറ്റി നിർത്താൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം, ഈ ചില അനാവശ്യ വാക്കുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവൻ നമ്മുടെ ലൈഫിൽ കയറി വരും. അത് നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലായിരിക്കാം. കാരണം അവർ ആത്മാവിൽ ചലിക്കുന്നവരല്ല. പരിശുദ്ധാത്മാവുമായിട്ട് അവർക്ക് ഒരു കണക്ഷനും ഇല്ല. ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് അവർ നടക്കുന്നത്. അവരിൽ നിന്നുള്ള ഒരു സ്വാധീനം, ആമേൻ, ഇൻഫ്ലുവൻസ് നിമിത്തം എന്ത് സംഭവിക്കാം? നമുക്ക് ലഭിക്കേണ്ട അടുത്ത ഒരു തലം, അധികാരത്തിന്റെ തലം നമുക്കൊരു പക്ഷെ നഷ്ടമായേക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനോട് വിട പറയാൻ, ചിലതിനെ എടുത്തു കളയാൻ. ഫോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്ന കാഴ്ചയാണ്. ഫോൺ ബന്ധങ്ങൾ, അല്ലെങ്കിൽ അനാവശ്യമായ കണക്ഷനുകൾ എത്ര കുടുംബങ്ങളെ താറുമാറാക്കുന്നത്, എത്ര ഫാമിലികളെയാണ് ഇല്ലാതാക്കുന്നത്, എത്ര കുഞ്ഞുങ്ങൾക്കാണ് അവരുടെ മാതാവിനെ നഷ്ടപ്പെടുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭൂമിയിൽ വളരെയധികം വർദ്ധിച്ചു വരികയല്ലേ. ആമേൻ. ജഡീകമായ മോഹങ്ങൾ, അത് മനുഷ്യരുടെ അകത്ത് കടന്നു വന്നിട്ട് അവരെ ദൈവത്തിൽ നിന്നും, ദൈവത്തിന്റെ പർപ്പസിൽ നിന്നും മാറ്റിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ശൗലേ, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് കേൾക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറയുന്നു. ചിലതിനെ കർത്താവിൽ നിർത്തുവാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ കർത്താവിലേക്ക് ഉറപ്പിക്കാൻ തയ്യാറാവുമ്പോഴാണ് ദൈവത്തിന്റെ ആലോചനകൾ നമ്മുടെ മധ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. 2, ദൈവത്തിന്റെ ആലോചനയ്ക്കകത്ത് വെറും ഒരു വാക്ക് മാത്രമല്ല. ഒന്ന് കരമുയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ആലോചനയില്, ദൈവത്തിന്റെ അരുളപ്പാടില് വെറും ഒരു വാക്ക് മാത്രം കൊണ്ട് തീരത്തില്ല. അടുത്ത തലമാണ് വരുന്നത്. 10:1 പറയുന്നു, നീ നിൽക്ക എന്ന് പറഞ്ഞിട്ട് അടുത്ത് തൈലപാത്രം എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് പകലിൽ ചിലർക്ക് വേണ്ടി കർത്താവ് തൈലപാത്രം എടുക്കുന്ന പകലാണ്. ഉപവാസത്തിന്റെ 7-ാം ദിനത്തിൽ ഞാൻ ഇത്രയും ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്നിട്ട് എനിക്കെന്തോ കിട്ടിയെന്ന് ചോദിക്കുന്നവരോട് ഒരുപക്ഷെ നീ ചിന്തിച്ചേക്കാം, എന്റെ കഴുത എനിക്ക് കിട്ടുമോ, എന്റെ കഴുത എനിക്ക് കിട്ടുമോ, എന്റെ ആ ജോലി എനിക്ക് കിട്ടുമോ, ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടുമോ, ആമേൻ, എന്റെ ആ രോഗസൗഖ്യം എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുന്നു, കഴുതയെ കുറിച്ചുള്ള വിചാരം ഇനി വേണ്ട. അവൻ എത്ര പേര് അത് റിസീവ് ചെയ്യാൻ തയ്യാറുണ്ട്? പുള്ളി കണ്ടില്ല കേട്ടോ, ശൗല് കണ്ടില്ല കഴുതയെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കണ്ടില്ല. പക്ഷെ ദൂത് കേൾക്കുകയാണ്, അത് കിട്ടിയിരിക്കുന്നു.
അത് കിട്ടിയിരിക്കുന്നു. ഞാൻ ഇവിടെ ഇതിനകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആത്മാർത്ഥമായി പരിശുദ്ധാൻ എൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കണക്റ്റായിരിക്കുന്ന ഈ ആത്മ ശുശ്രൂഷയുടെ മധ്യത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫില് നിങ്ങളുമായി കണക്റ്റ് ആകേണ്ട ചിലതിനെ സ്വർഗത്തിലെ ദൈവം കണക്റ്റ് ആക്കി കഴിഞ്ഞു. സ്തോത്രം. ഇവിടെ തൈലപാത്രം എടുക്കുന്നതിന് മുമ്പായി ഒരു ദൂത് പറയുകയാണ്. തൈലപാത്രം എടുത്ത് തന്റെ തലയിൽ ഒഴിച്ചതിന് ശേഷം പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട കേട്ടോ, നിന്റെ കാര്യങ്ങളെല്ലാം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷെ നീ തിരിക്കണം, നിന്റെ മനസ്സ് തിരിയണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കയറണം. അപ്പം ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാൻ നിൽക്കാൻ എന്ന് പറഞ്ഞ അതേ ശമൂവേൽ തൈലപാത്രത്തിന്റെ കാര്യം മറച്ചു വെച്ചു. ആദ്യം അത് പറഞ്ഞില്ല. എനിക്ക് നിന്റെ മേൽ അഭിഷേകം ചെയ്യണം, നിന്നെ രാജാവായിട്ട് അത് ആദ്യം പറഞ്ഞില്ല. പറഞ്ഞത് അരുളപ്പാട് കേൾക്കാൻ നിൽക്കുക എന്ന. ദൈവവചനത്തിലേക്ക് നീ തിരിക്കാൻ തയ്യാറായാൽ നീ അറിയാത്ത പലതും നിന്റെ മേൽ വന്നു ചേരുന്നതിനെ കാണാൻ പറ്റും. നിന്റെ തലയുടെ മേൽ ഒരു അഭിഷേകം കയറി വരുന്നതിനെ കാണാൻ പറ്റും. ഓ, ഇന്ന് പലർക്കും സമയമില്ല, ദൈവവചനം കേൾക്കാൻ സമയമില്ല, ബിസിയാണ്. സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളെ ദൈവവചനം ധ്യാനിക്കാതാക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, അവരെ കൊണ്ട് പല ഭൗതിക വിഷയങ്ങളിലേക്ക് ചിന്താകുലരാക്കി വിചാരപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ യേശു പറയുന്നു, നീ ഒന്നിനെ കുറിച്ചും നാളെയെക്കുറിച്ചും എന്ത് കഴിക്കുമെന്നുള്ളതിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയുവാൻ നീ തയ്യാറാകുമ്പോൾ ആ വചനത്തിലൂടെ, ആ ദൈവിക വെളിപ്പാടുകളിലൂടെയാണ് നമ്മുടെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നത്. ഇന്ന് പകലിൽ ആരെയൊക്കെയോ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഒരു അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ എണ്ണ ഒഴിക്കുകയാണ്, അഭിഷേകം ചെയ്യുകയാണ്. ഇതുവരെ അവൻ കേട്ടില്ല ഇങ്ങനെ ഒരു അഭിഷേകം, ഇതുവരെ അവന്റെ മനസ്സിലില്ല. നിന്റെ മനസ്സിലില്ലാത്ത, നിന്റെ പദ്ധതിയിലില്ലാത്ത, നിന്റെ പ്രാർത്ഥന ലിസ്റ്റിലില്ലാത്ത പലതും സ്വർഗത്തിലെ ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. അതെപ്പോഴാ വെളിപ്പെടുന്നേ? നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മൾ ബിസിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട അഭിഷേകം അല്ലെങ്കിൽ തൈലപാത്രം അവിടെ ഇരിക്കുകയാ. നമുക്ക് ലഭിക്കേണ്ട പലതും കിട്ടാതെ നമ്മൾ ഇന്നും വ്യാകുലപ്പെടുന്നതിന്റെ കാരണം നാം എന്തിന്റെ പുറകെ പോകണമോ അതിന്റെ പുറകിലല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുക, അരുളപ്പാട് കേൾക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞ ശമൂവേൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന, സർപ്രൈസ് ആക്കി വെച്ചിരുന്ന ആ തൈലപാത്രം കയ്യിലെടുത്ത് തലയിലേക്ക് ഒഴിക്കുകയാണ്. കമോൺ, കരമുയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, തൈലപാത്രത്തിനായി സ്തോത്രം. ആമേൻ. അവൻ കാണാത്തൊരു തൈലപാത്രം അവന്റെ തലയിൽ വന്നതുപോലെ ഇന്ന് പകലിൽ ഇതിനകത്ത് ചിലരുടെ മേൽ ഈ 7-ാം ദിവസത്തിൽ നീ ഇതുവരെ കേൾക്കാത്തത് അല്ലെങ്കിൽ നീ ചിന്തിക്കാത്ത ചില നിയോഗങ്ങൾ, എന്നോട് അത് തന്നെ പറയുന്നു, നിയോഗങ്ങൾ ചില കുടുംബങ്ങളുടെ മേൽ വന്ന് വീഴുകയാണ്. ചില തലയുടെ മേൽ സ്വർഗത്തിലെ ദൈവം വെച്ചിരുന്ന നിയോഗത്തിലേക്ക് ദൈവം പിടിച്ചു കയറ്റുന്നത് പോലെ ഉടാമാന ശബ്ദാമാന പ്രാപിച്ചോ, യേശുവിന്റെ നാമത്തിൽ എടുത്തോ. ഒരു നിയോഗത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ നയിക്കുകയാണ്. ആമേൻ. ദൈവദാസന്മാര് തയ്യാറാകട്ടെ. ഒരു നിയോഗം, ആമേൻ, നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്നത് പോലൊരു നിയോഗം. ആമേൻ. അജയ് എന്ന് പറയുന്ന ദൈവദാസനോട് പരിശുദ്ധാത്മ പറയും, നിയോഗത്തിലേക്ക് കയറുന്ന ഒരു സമയമാണ്. ശിമിയോനോട് ദൈവാത്മാവ് പറയുന്നു, നീ ആലയത്തിലേക്ക് ചെല്ലുക. അവൻ ആലയത്തിലേക്ക് ആത്മനിയോഗത്താൽ മൂവ് ചെയ്തപ്പോൾ തന്റെ കണ്ണിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം തയ്യാറാക്കി വെച്ചിരുന്ന പദ്ധതിയിലേക്ക് അവൻ കണക്റ്റ് ആയതുപോലെ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നീ തിരിയുന്ന പകലാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ അത് റിസീവ് ചെയ്താട്ടെ. ഇപ്പോൾ തന്നെ
യേശുവിന്റെ നാമത്തിൽ ആ നിയോഗവുമായിട്ട് കൂട്ടിമുട്ടുകയാണ്. ഉടമനഘടകഥന കണ്ണ് അലലിയ നീ കാണിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് പലതും നിന്റെ മുമ്പിൽ സത്തം മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം ഓടിച്ച് കയറ്റുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിന്നെ കയറ്റുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നീ കണക്ട് ആകുക യേശുവിന്റെ നാമത്തിൽ. ഉടമനഘടകം ശമനഘടകതിനിയാം ധനാരബലവ നിന്റെ ലൈഫിൽ വെളിപ്പെടേണ്ട ചില ഭൗതിക നന്മകളുമായി ബന്ധപ്പെട്ട് നിന്നെ മാറ്റി നിർത്തിയ ചില ബന്ധങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ വേഗത്തിൽ ഓടിച്ചു കയറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഉടാബാര ശംധമന രജാലഘടകം ശമനപരബലബലവം ശൈലഭാരഘടകസ്യ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഒരാളിൽ മാത്രമല്ല, പലരിലും അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരാധിച്ച് റിസീവ് ചെയ്ത് ഏറ്റെടുത്തോ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ നീ അത് ചെയ്യുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത് നടത്തുന്നതിന് സ്തോത്രം. ചിലരെ നിയോഗങ്ങളിലേക്ക് പിടിച്ചു കയറ്റുകയാ. ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച ആത്മാവിന്റെ പദ്ധതിയിലേക്ക് ഇന്ന് പകൽക്കാലം പിടിച്ചു കയറ്റുക പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ. തൈലപാത്രം എടുത്ത് തലയിലേക്ക് ഒഴിച്ചിട്ട് പറയുക, നീ ഇസ്രായേലിന്റെ പ്രഭുവാണ്. ആമേൻ. അവൻ കഴുതയുടെ പുറകെ നടന്നവനോട് പറയുക, മോനെ നീ കഴുതയുടെ പുറകിലും കഴുതയെക്കുറിച്ചുള്ള വിചാരത്തിലും പോകുന്നത് നിർത്തുക. നിന്റെ വിചാരം തിരിയണം. ഇതിനകത്ത് ആരെയൊക്കെ അങ്ങനെ ശുശ്രൂഷയുമായി കണക്ട് ചെയ്യുന്നതായി ആത്മാവ് പറയുന്നു. ഉടമനക ശബ്ദനം ഇതുവരെ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങാത്തവർ, ദൈവവേലയ്ക്ക് വേണ്ടി വിളി ഉണ്ടായിരുന്നിട്ടും പലതുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ചിലരെ, സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ തിരിച്ചുവിടുന്നു എന്ന ആത്മാവ് നിന്നോട് പറയുന്നു. അപ്പൊ തൈലം തലയിൽ വന്നിട്ട് പറയുകയാണ്, നീ ഇസ്രായേലിന്റെ പ്രഭുവായിരിക്കേണ്ട ആളാ. സ്തോത്രം. ഇസ്രായേലിന്റെ പ്രഭുവാ കഴുതയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നേ. ആമേൻ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കണ്ടോ, ഇസ്രായേലിന്റെ പ്രഭുവായിരിക്കേണ്ട ആളാണ് കഴുതയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്രോസിനോട് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, നീ ഇവയേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഏതിനേക്കാളും? വലയും വെള്ളവും മീനും കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാ പറയുന്നേ, നീ ഇതിനെയൊക്കെക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്നേഹമാണ് ദൈവം ഈ 7-ാം ദിവസം പെർഫെക്ഷൻ ആക്കുന്ന ദിവസം കർത്താവ് ആഗ്രഹിക്കുന്നത്. ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ കർത്താവ് പെർഫെക്ഷനിലേക്ക്, കംപ്ലീഷനിലേക്ക് കൊണ്ടുപോയ, വെറും റെസ്റ്റ് മാത്രമല്ല, നീ കംപ്ലീറ്റിലേക്ക് ഒരു കാര്യത്തെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പാക്കി കളഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. ഒരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരികയാ, ഒരു പെർഫെക്ഷനിലേക്ക്. ഇതിനകത്ത് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്റെ ലൈഫില് എന്തുകൊണ്ട് ഒരു പൂർത്തീകരണമില്ല? ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ, നിന്നിൽ ദൈവം ഒരു കാര്യം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് പൂർത്തീകരിപ്പാൻ ശക്തനാണെന്ന് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുന്നു. ഒന്ന് കൈയോർത്തി പറഞ്ഞാട്ടെ, ദൈവം ആരംഭിച്ചാൽ ദൈവം പൂർത്തീകരിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കരമടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. റൈറ്റ് നൗ യേശുവിന്റെ നാമത്തിൽ ദൈവമാണ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോ. ആ ഉറപ്പ് വെറുതെ വന്നതല്ല. നിന്റെ ലൈഫില് ദൈവം പദ്ധതിയിട്ട പദ്ധതികളിലേക്ക്, കംപ്ലീഷനിലേക്ക്, ഈ കംപ്ലീഷൻ എന്നുള്ള
വേർഡ് എന്റെ ഉള്ളിൽ ദൈവം തന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നത് ഫിലിപ്പിയിൽ 1:6 അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഒരു കാര്യം നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ വേലയാ. ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇതിനകത്തിരിക്കുന്ന എത്ര ഡിവൈസ് ഉണ്ട്? ഹല്ലേലൂയ, ഏകദേശം 58 ഡിവൈസുകളുണ്ട്. എല്ലാവരോടും പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങള് കഴുതയുടെ പുറകെ നടക്കേണ്ട ആളല്ല, ദൈവരാജ്യത്തിന്റെ വേലക്കാരാണ്. കരമടിച്ചൊന്ന് യേശുവിന് നന്ദി പറഞ്ഞ റിസീവ് ചെയ്താട്ടെ. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ശ്രേഷ്ഠരായിരിക്കാനല്ല, നിങ്ങളുടെ മറ്റ് പല കാര്യങ്ങളിൽ നിങ്ങൾ ഉന്നതരായിരിക്കാനല്ല. പിന്നെ എന്തിനാണ്? നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാകാനാണ്. Firstly, you think about the kingdom of God. Seek first the kingdom of God. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ പുറകെ വന്നു ചേരും. ഇന്ന് പകലിൽ പരിശുദ്ധാത്മ ചിലരോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ ചിന്തകളെ വിടുക, നിന്റെ മനസ്സുകളെ തിരിക്കുക. ശൗലേ, നിന്റെ മേലുള്ള അഭിഷേകം എന്തിനാന്നറിയാമോ? ഈ അഭിഷേകം എന്തിനാന്നറിയാമോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേൾക്കാൻ നിൽക്കാനാ. എന്തിനാണ് ഈ തലയിൽ എണ്ണ ഒഴിക്കുന്നതെന്നറിയാമോ? ഈ എണ്ണ നിന്നെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഉടമനഘടകസിയ ദൈവസഭയോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ മറ്റുള്ളവരെ പോലെ നടക്കേണ്ട വ്യക്തിയല്ല. സമൂഹത്തിൽ പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചിലവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സാധാരണ ഓർഡിനറി ആയിട്ടുള്ള ലെവലിൽ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ കുറിച്ചുള്ള പദ്ധതി കിങ്ഡം ഓഫ് ഗോഡ് ആണ്. അവന്റെ രാജ്യത്തിന്റെ വേലക്കാരനായിരിക്കാൻ. ബൈബിള് പറയുന്നു, യേശു പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, ചുരുക്കം വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എന്നാൽ വേലക്കാരോ ചുരുക്കം. എന്നിട്ട് പറയുന്നു, വേലക്കാര് വേണം. അതുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കാൻ, സ്വാമിയോട് അപേക്ഷിക്കുവാൻ, അല്ലെങ്കിൽ യജമാനനോട് നിലവിളിക്കുവാൻ, കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കുവാൻ യേശു പറയുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്നും യേശുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വേലക്കാരായിട്ട് എഴുന്നേൽക്കണമെന്നുള്ളതാണ്. എത്ര പേർക്ക് ആ വേലയ്ക്ക് വേണ്ടി ഇന്ന് പൽക്കാലം വിട്ടുകൊടുക്കാൻ സാധിക്കും? ആമേൻ. നിങ്ങൾ വേല ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, കർത്താവിന്റെ വേല. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കും, കർത്താവിന്റെ ദാസനെ ഞാൻ എൻ്റെ ജോലി വിടണമെന്നാണോ പറയുന്നേ? ഞാൻ അത് ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? ഹല്ലേലൂയ. ജോലി അല്ല ഇവിടത്തെ പ്രധാനം, നമ്മുടെ മനസ്സ് തിരികെ എന്നുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ച 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഈ ശൗലിന്റെ മേലെ ഈ എണ്ണ വീണ് കഴിഞ്ഞപ്പോൾ, ആമേൻ, അടുത്ത് സംഭവിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതെന്നെ ചിന്തിപ്പിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. ആമേൻ. അദ്ദേഹത്തിന്റെ തലയിൽ ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം അടുത്ത് പ്രഭുവാക്കി വെച്ച right now, in the name of Jesus, glory to God, wonderful Holy Spirit. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. In the name of Jesus, glory to God. ശബ്ദം കിട്ടുന്നുണ്ടോ? ആമേൻ, ആമേൻ. നമുക്ക് ആ 10-ാം അധ്യായത്തിലേക്ക് വരാം. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം എടുത്താട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കണ്ടോ? അവകാശത്തിന് പ്രഭുവ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പ്രഭുവായിട്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം കർത്താവിന്റെ ദാസൻ ഒരു ദൂത് അദ്ദേഹത്തിന് കൈമാറുകയാണ്. നീ ഇവിടം വിട്ടു പോകുമ്പോൾ, അവൻ 6-ാം വാക്യത്തിൽ പറയുന്നു, തബി യഹോവ ക ആത്മ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ കം അപ്പോൺ thee and thou shalt prophesy with them
and shall be turned into another man. Amen. സ്തുതിക്കുന്നു. അപ്പം ശരിക്കും നമ്മുടെ മേല് വെളിപ്പെടുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണേ. അഭിഷേകത്തിന്റെ തൈലം ഒരുവന്റെ മേൽ വെന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ നടത്തുന്നത് ആത്മാവിന്റെ ശക്തിയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ നമ്മുടെ മനസ്സ് ഇന്ന് പകൽക്കാലം ആമേ തിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഞാൻ പറയുന്നത്. കഴുതയുടെ പുറകെ നടന്നുകൊണ്ടിരുന്ന ശൗലിനോട് പറയുകയാണ്, നീ ആമേൻ അടുത്ത് ഒരു സ്ഥലത്ത് പോയി നീ കണക്ട് ആവും. ആമേൻ. 6-ാം വാക്യം മലയാളത്തിൽ വായിച്ച്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയും ചെയ്യും. ഈ വചനത്തിൽ നിന്ന് 1-2 കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആൾ മാറി. ആമേൻ. ആമേൻ. And you shall be turned into another man. അപ്പൊ ദൈവം അഭിഷേകം ചെയ്യുന്ന ഒരു വ്യക്തി അനദർ മാൻ ആയിട്ട് മാറുകയാണ്. ആള് മാറുക. അപ്പൊ ഇന്നത്തെ ദിവസം, ഈ 7-ാം ദിവസത്തില് ആള് മാറ്റുന്ന ദിവസമാണ്. സ്തുതിക്കുന്നു. ആള് മാറാൻ പോവാ. ഒന്ന് ചേർന്ന് പറയാവോ? എന്നോട് ചേർന്ന്, ഞാൻ ആള് മാറാൻ പോവാ. ഇത് ആള് മാറ്റുന്ന ദിവസമാണ്. അപ്പൊ അഭിഷേകം ഒരുവന്റെ ലൈഫിൽ കയറി കഴിഞ്ഞാൽ അവൻ ആള് മാറുകയാണ്. പിന്നെ അവനിൽ നിന്ന് വെളിപ്പെടാൻ പോകുന്നത് പഴയ ഒരു മനുഷ്യന്റെ ഒരു ഗുണവുമല്ല. പിന്നെ പുള്ളിയുടെ മനസ്സുപോലും കഴുതയുടെ പുറകിലല്ല, പിന്നെ മറ്റൊരു തലത്തിലേക്കല്ല. അടുത്ത് താൻ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവാ. ഇസ്രായേൽ തന്റെ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണേ, അഭിഷേകം ഒരു മനുഷ്യന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ആള് മാറിയവനെ പോലെയായി എന്ന് പറഞ്ഞാൽ, ആമേൻ, ഞാൻ ഈ ആളെന്ന് പറയുന്ന മാറിയതെന്ന് പറഞ്ഞാൽ എവിടം വരെ മാറും? ഏത് തരത്തിലുള്ള ആളായിട്ടാ മാറുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, ആമേൻ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം അവനെ സൃഷ്ടിച്ചു. എല്ലാവരും കേൾക്കണം. ആമേൻ. ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യമുള്ളവനാണ്. സ്തോത്രം. അപ്പൊ വേറൊരാളാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് മടങ്ങി വരിക, ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവ സമ്പൂർണതയിലേക്ക് കൊണ്ടുവരുമ്പോൾ, പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ, 7-ാം ദിവസമാകുന്ന ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ ലൈഫിലെ ദൈവത്തിന്റെ സ്വരൂപം വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സ്വഭാവവും, ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്ന ആ അവസ്ഥയ്ക്കാണ് അനദർ മാൻ അഥവാ വേറൊരാളാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരാളായിട്ട് തിരിയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ജനത്തെ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ വേറൊരാളായി മാറുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, നാമേ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആ പുതുതാക്കപ്പെടൽ, ഒരു പുതിയ മനുഷ്യൻ, അതാരാണ്? ക്രിസ്തുവാണ്. അതാരാണ്? ദൈവത്തിന്റെ സ്വരൂപമാണ്. ഇൻ ദ ഇമേജ് ഓഫ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സ്വരൂപവും സമാനതയിലും ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ തിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സമൂഹം ഇനി കാണാൻ പോകുന്നത്, ആമേൻ, ആരെയാണെന്നറിയാമോ? അനദർ മാനെയാണ്. സ്തോത്രം. സ്തോത്രം പറഞ്ഞിട്ട് ആമേൻ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞിട്ട്, ഞാൻ മറ്റൊരാളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ മറ്റൊരാളായി മാറുകയാണ്. പൗലോസ് പറയുകയാണ്, ഇനി ഞാനല്ല, ക്രിസ്തു മറ്റൊരാളായി മാറുകയാണ്. ഓ ജീസസ്. ലോകത്തിന് ആവശ്യം സനിൽദാസിനെ അല്ല, ലോകത്തിന് ആവശ്യം വീനസിശ്രയല്ല, ലോകത്തിന് ആവശ്യം അജയ് ബ്രദറിനെ അല്ല, ലോകത്തിന് ആവശ്യം ഇവിടെ ഇരിക്കുന്ന ഒരാളെയും അല്ല, ലോകത്തിന് ആവശ്യം ക്രിസ്തുവാണ്. ആമേൻ. ആ ക്രിസ്തു
ക്രിസ്തു നമ്മിലൂടെയാണ് വെളിപ്പെടുന്നത്. നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന, അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവനാണ് മറ്റൊരാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം ആരാണെന്നും വെളിപ്പെടുത്താനാണ് ശൗലേ നിന്റെ മേലുള്ള ഈ തൈലം. സ്തോത്രം, സ്തോത്രം. നിന്നെ ആള് മാറ്റിയത് വെറുതെയല്ല, നിന്നിൽ കൂടെ ദൈവം വെളിപ്പെടാനാണ്. എത്ര പേർ പറയും, കർത്താവേ എന്റെ കരങ്ങളിലൂടെ അങ്ങ് വെളിപ്പെടാൻ സ്തോത്രം, എന്റെ കണ്ണുകളിലൂടെ. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ആമേൻ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്തൊക്കെയുണ്ട്? ചിലര് പറയും, കർത്താന്റെ ദാസനെ എന്റെ കയ്യിൽ ഒന്നുമില്ല. ദൈവത്തിനു വേണ്ടി കൊടുക്കുവാൻ ഒന്നുമില്ല. അത് ശുദ്ധ അബദ്ധമാണ്, കള്ളമാണ്. ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ശരീരമാണ്. ദൈവത്തിനു വേണ്ടി കൊടുക്കാൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ടത്. നമ്മൾ പറയും ശരീരം ഒന്നുമല്ല, ആത്മാവാണ്. ഇല്ല, നമ്മളാണ് ആത്മാവ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ്, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആയുധമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ ആ പിശാചിട്ട് കളിപ്പിക്കുന്നേ, ആ ശരീരത്തെ ആ പിശാച് വശീകരിക്കുന്നേ, ആ ശരീരത്തെ ആ പാപം ചെയ്യിപ്പിച്ച് അശുദ്ധമാക്കി ഈ ലോകത്തിലേക്ക് വശീകരിച്ച് അവൻ ഉപയോഗിക്കുന്നത്. ആ ശരീരത്തിലാണ് രോഗം ബാധിപ്പിച്ച് കിടപ്പിലാക്കാൻ നോക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഡെഡിക്കേറ്റ്, സബ്മിറ്റ്. എന്തുവാ? ശരീരം. അപ്പൊ ദൈവം നമുക്ക് യാഗമാക്കാൻ തന്നിരിക്കുന്ന യാഗവസ്തുവാണ് നമ്മുടെ ശരീരം. സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ശരീരം ഒരു യാഗവസ്തുവായിട്ട് വിട്ടുകൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു കാര്യം കൂടെ ഇതിനോട് കണക്ട് ചെയ്യാം. യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിലൊക്കെ ഗോതമ്പ് മണി ഉണ്ടല്ലോ. ഈ ഗോതമ്പ് മണി നിലത്ത് വീണിട്ട് ചാകണം എന്നാ പറയുന്നത്. ചത്തില്ലെങ്കിൽ അത് തനിയിരിക്കും, ചത്തു എങ്കിലോ അധികം വിളവുണ്ടാകും. അപ്പോ ശരിക്കും ചാകുന്നതാണ് മസിക് ജിന്ദഗി അഥവാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം ചാകുന്നതാണ്, ചത്ത ജീവിതമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, വീണ് ചാകണം. അവിടെ എഴുതിയിരിക്കുന്നത്, മമേൻ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. നിലത്ത് വീണ് ചാകുമ്പോൾ അതിൽ നിന്നും അധികം വിളവുണ്ടാകും. ഒരു വിശ്വാസി, ഹലോ എന്നെ ശ്രദ്ധിക്കുന്ന നമ്മൾ എങ്ങനെ നിലത്ത് വീണ് ചാകുന്നേ? അവൻ ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചേ. യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് മുട്ടിമേൽ നിന്നാ പ്രാർത്ഥിക്കുന്നത്. എത്ര പേര് മുട്ടിമേൽ നിൽക്കും? മുട്ടിമേൽ നിൽക്കുന്നത് ഒരു നിലത്ത് വീഴുന്നതിന് തുല്യമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ മുട്ടുമടക്കുമ്പോൾ, സ്തുതിക്കുന്നോ, അവൻ നിലത്ത് വീഴുകയാണ്. പക്ഷെ നിലത്ത് വീണിട്ട് എന്ത് ചെയ്യണം? ചാകണം. എന്താ ചാകുക എന്ന് പറഞ്ഞാൽ, അവൻ നമ്മുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ രക്തം പോലെ ഒഴുകണം. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാർത്ഥനയിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാര് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വേർപ്പുണ്ടാവും. അപ്പൊ ഈ വേർപ്പിൽ കൂടെ നിങ്ങളുടെ ശരീരത്തിലെ അണുക്കൾ പുറത്തു പോകും. ചിലരാണെങ്കിൽ ചുമ്മാതെ എക്സസൈസ് ചെയ്യും, അനങ്ങത്തില്ല, ശരീരം അനങ്ങാതെ എക്സസൈസ് ചെയ്യുക, എന്നിട്ട് പറയുക എനിക്ക് ഞാൻ എക്സസൈസ്. അതല്ല, നിങ്ങൾ അഭ്യാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ശരീരം വിട്ട് പുറത്തു പോകാൻ ശരീരം ഇറക്കണം.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ശരീരം വിട്ട് അണുക്കൾ പോകുന്നു, ആവശ്യമില്ലാത്ത നിങ്ങളുടെ ശരീരം വിട്ട് പുറത്തിറങ്ങുന്നു. ഹലോ, സ്തോത്രം സ്തോത്രം. അപ്പോൾ തന്നെ പറയുന്ന ആത്മീയ അഭ്യാസത്തെ കുറിച്ച്, ഹല്ലേലൂയ, ആത്മീയമായിട്ടുള്ള അഭ്യാസമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അഭ്യാസമാണ് അത്. ഇപ്പോഴത്തേക്കും വരാനുള്ള ലോകത്തിനും എന്ന് പറഞ്ഞിരിക്കുന്നു, നിത്യതയ്ക്കും അത് പ്രയോജനമാണ്. എന്താണ് അത്? നിലത്തു വീണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി മുട്ടിന്മേൽ വീണ് കരഞ്ഞ് നിലവിളിച്ച് രക്തമൊഴുക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രക്തമൊലിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് വീഴണം ഇന്റർനെറ്റിന്റെ എന്തോ വിഷയം വന്നായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു നിർത്താം, എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവൻ നിലത്ത് വീണ് ചാകുന്ന ഒരു ഗോതമ്പ് മണിയെ പോലെ മുട്ടിന്മേലിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതന്റെ ലൈഫിലെ ദൈവരാജ്യത്തിനു വേണ്ടി വിളവുണ്ടാകത്തക്കവണ്ണം ദൈവം ഉപയോഗിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം. നമുക്ക് ദൈവസന്നിധിയിൽ സമ്പൂർണമായി താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. വേറൊരാളായിട്ട് നമുക്ക് മാറാം. ദൈവം തന്റെ കയ്യില് പൊടിയെടുത്തിട്ടാണ് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കിയെന്ന് വായിക്കുന്നു. ദൈവത്തിന്റെ കയ്യിൽ പൊടിയെടുത്തപ്പോൾ അതൊരു രൂപമാക്കാൻ ദൈവത്തിന് പറ്റി. എന്നിട്ട് ആ രൂപത്തിന്റെ മൂക്കിലാണ് ദൈവം ഊതിയത് എന്ന് വായിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം, ആമേൻ, ദൈവത്തിന്റെ ശ്വാസം വരുന്നതിന് മുന്നമേ ദൈവത്തിന്റെ കൈകളിൽ മെനയപ്പെട്ടു. ആമേൻ, മൂക്കൊക്കെ ഉള്ള ഒരു മനുഷ്യനെ പോലെ അത് പുറത്തു വന്നതുപോലെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ദൈവകരങ്ങളിലേക്ക് ഒരു പൊടിയെ പോലെ, ദൈവകരങ്ങൾ ഒരു മണ്ണ് പോലെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം തനിക്കിഷ്ടമുള്ള ഒരു രൂപത്തിലേക്ക്, ദൈവത്തിന്റെ സ്വരൂപമാകുന്ന സദൃശമാകുന്ന ആ രൂപത്തിലേക്ക് നമ്മളെ മെനഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ പറയും, കർത്താവേ, നിന്റെ രൂപത്തിലേക്ക്, നിന്റെ രൂപം എന്നിൽ വെളിപ്പെടണമേ, നിന്റെ സാദൃശ്യത്തിലേക്ക് എന്നെ തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കർത്താവേ, ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ആ സ്വരൂപം വെളിപ്പെടട്ടെ. ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സ്വരൂപത്തോട് സദൃശ്യമാകുക എന്നുള്ളതാണ് അങ്ങയുടെ ഇഷ്ടമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ യേശുവിനെ അറിയുന്നുണ്ട്. പലപ്പോഴും ക്രിസ്തുവിലാകാൻ കഴിഞ്ഞിട്ടില്ല, ആ പുതിയ രൂപത്തിലേക്ക് തിരിയാൻ സാധിച്ചിട്ടില്ല. കർത്താവ്, ഇന്ന് പകലില് ഇതിനകത്ത് എത്ര പേര് ഈ വചനം കേൾക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം ആ പുതിയ ആൾ രൂപം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ആ അഭിഷേകത്തിന്റെ പുതപ്പ് വീണപ്പോൾ ആള് മാറിയവനെ പോലെ, ദൈവശക്തിയാൽ തിരിയപ്പെട്ടതുപോലെ ദൈവത്തിന്റെ സ്വഭാവത്തിലും ദൈവത്തിന്റെ ശക്തിയിലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരു ആള് മാറിയവനെ പോലെ തിരിയട്ടെ. പത്രോസ് ആള് മാറിയപ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നടക്കുന്നവർ അവരുടെ പത്രോസിന്റെ നിഴല് തട്ടി രോഗികൾക്ക് സൗഖ്യമുണ്ടായെങ്കിൽ ഒരു ദേവൻ എന്ന് പറഞ്ഞ് ദേവന്മാർ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ ആൾ മാറിയതുപോലെ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട ഓരോരുത്തരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ആൾ മാറിയതുപോലെ ഇന്ന് പകൽക്കാലം ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ ചലിക്കുന്നവരായി തീരട്ടെ കർത്താവേ. ദൈവരാജ്യത്തിന്റെ ശക്തിയേറെ പ്രവർത്തികൾക്കായി അവർ ഉപയോഗിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അപ്പ ഞങ്ങൾ പറഞ്ഞു കേട്ട ഓരോ ദൂതുകൾ പോലെ ആ ഗ്ലോറിയസ് ചർച്ചിന്റെ തലത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കളയും ചുളുക്കവും മാലിന്യവും ഒന്നുമില്ലാത്ത നിഷ്കളങ്കയായ ഒരു കർത്താവിന്റെ മണവാട്ടിയാക്കി ഈ സഭയെ ഞാൻ
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പിശാചിട്ട എല്ലാ കുരുക്കുകളെ ഞാൻ അഴിക്കുന്നു. സകലവിധ രോഗശക്തികളെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പിശാചിട്ട തന്ത്രങ്ങളെ തകർക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങൾക്ക് വിരോധമായി ശത്രുവിട്ട പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ പൊളിച്ചു മാറ്റുന്നു. അവർക്ക് മുമ്പിൽ തുറക്കപ്പെടേണ്ട വാതിലുകൾ തുറന്നു വരാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. 7-ാം ദിവസത്തിൽ ആ റെസ്റ്റ് വെളിപ്പെട്ടതുപോലെ ആ റെസ്റ്റിലേക്ക് ഈ സഭ കയറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പൂർണ്ണതയിലേക്ക് പുറത്തു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എരിഹോ മതിൽ 7 പ്രാവശ്യം ചുറ്റിയപ്പോൾ, 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റിയപ്പോൾ പരിപൂർണമായി താഴെ പോയതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ചുറ്റിപ്പറ്റി നിന്നതായ സകല ദുഷ്ട കോട്ടകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോടട്ടെ. In the name of Jesus, I command and I break it in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ ആ ദൈവ പ്രവർത്തികൾ കാണാൻ തുടങ്ങട്ടെ. അവർ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ ഒരു പുതിയ മാൻഡിൽ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ വീഴട്ടെ ഇപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത് നീ ചെയ്യുന്നതിന് നന്ദി, തിരിക്കുന്നതിന് നന്ദി. ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് സ്പർശിച്ച് ഉപയോഗിക്കുന്നതിന് നന്ദി. അങ്ങയുടെ നാമത്തിൽ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഓരോ ദിവസത്തെ ശുശ്രൂഷകൾ അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യും. ഞങ്ങളുടെ ദാസനെയും ദാസിയും മറ്റ് സഹോദരി സഹോദരന്മാരെ എല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.